ഹാബിറ്റ്സ് ദാറ്റ് മേക്സ് യു ബെസ്റ്റ് ഇൻ ദിസ് ഇയർ. നിങ്ങളെ ബെസ്റ്റ് ആകാൻ സഹായിക്കുന്ന കുറച്ച് ശീലങ്ങളെ പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നേരത്തെ നമ്മൾ എണീക്കണം, എക്സസൈസ് ചെയ്യണം, അതൊക്കെ എല്ലാവരും പറയുന്നതാണ് അല്ലേ? അതിൽ എത്ര പേഴ്സൻറ്റേജ് നമ്മുടെ ലൈഫിൽ നമ്മൾ അത് സ്വാംശീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഇടയ്ക്കൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യണം. ഞാൻ അത്തരം കാര്യങ്ങളല്ല പറയുന്നത്. ഞാൻ മൈക്രോ പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ 1 ഇയറിൽ ഹോൾ ബിഗ് പ്ലാൻ തയ്യാറാക്കും. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ആൻഡ് ബിഗ് റെസൊല്യൂഷൻസ് വി ആർ ടേക്കിംഗ് ഇൻ each and every year. അറ്റ്ലീസ്റ്റ് ബിഗിനിങ് ഓഫ് ദി ഇയർ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ അങ്ങനെ റെസൊല്യൂഷൻസ് എടുക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ മുന്നത്തെ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേ ഒക്കെ റെസൊല്യൂഷൻസ് എഴുതി വയ്ക്കും. എന്നിട്ട് അടുത്ത വർഷം ഈ വർഷം എൻഡ് ചെയ്യുമ്പോഴേക്കും അടുത്ത വർഷം തുടങ്ങുമ്പോഴേക്കും നോക്കും ഞാൻ എഴുതി വെച്ചതൊക്കെ നടപ്പിലായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു പ്ലാനിങ് മെത്തേഡാണ് ഇവിടെ ഞാൻ പറയുന്നത്. മൈക്രോ പ്ലാനിങ്, 90 ഡേയ്സിൻ്റെ ഒരു പ്ലാനിങ്. ഈ ജനുവരി തൊട്ട് മാർച്ച് വരെ നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ഇൻറ്റൻഷൻ ഏറ്റവും കൂടുതൽ എന്തിലേക്കാണ് വേണ്ടത്, നമ്മുടെ അംബീഷൻ എന്താണ്, അത് കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിൽ ഉൾക്കൊള്ളുക. അതിനുശേഷം പ്ലാൻ ചെയ്യുക. 90 ഡേയ്സിൻ്റെ പ്ലാനിങ്. ആ 90 ഡേയ്സ് കഴിഞ്ഞിട്ട് അതിനെ റിവ്യൂ ചെയ്യുക. അതൊക്കെ നടന്നിട്ടുണ്ടോ? നമുക്ക് ചിലപ്പോൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നായിരിക്കാം. അപ്പോൾ അടുത്ത ഈ മാർച്ച് ആകുമ്പോഴേക്കും, ഈ മാർച്ചിൽ 90 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ വിചാരിച്ച അത്രയും പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഇപ്പോൾ ജനുവരി തുടങ്ങി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഇത്ര ടോപ്പിക്സ് പഠിച്ചു തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ജാൻ ടു മാർച്ച് ഇത്രയും പഠിച്ചു തീർന്നിട്ടുണ്ടോ? എൻ്റെ ഹാർഡ് വർക്ക്, എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ ആംബിഷൻ എവിടേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇനി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, എനിക്ക് മോണിറ്റൈസ്ഡ് ആവാൻ എത്ര എത്ര കാര്യങ്ങൾ, എത്ര എത്ര ക്രൈറ്റീരിയ കഴിയണം എന്നൊരു 90 ഡേയ്സ് പ്ലാനിങ് ചെയ്ത് നോക്കൂ. നമ്മൾ സക്സസ്ഫുൾ ആവുന്നേ. എന്നിട്ട് ഓരോ 90 ഡേയ്സ് കഴിയുമ്പോഴും നമ്മൾ റിവ്യൂ ചെയ്യുക. മാർച്ച് കഴിഞ്ഞു, ഓക്കെ, എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അച്ചീവ് ചെയ്യാൻ നമ്മൾ എത്ര അടുത്തെത്തിയിട്ടുണ്ട് എന്ന് നോക്കുക. പിന്നെ വീക്ക്ലി റിവ്യൂസും ബെസ്റ്റാണ് കേട്ടോ. ദെൻ ഈച്ച് ആൻഡ് എവറി മോർണിംഗ് നമ്മൾ ആ അച്ചീവ് ചെയ്യേണ്ട ഡ്രീമിലോട്ട് എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തു എന്നുള്ളതും കൂടി നോക്കണം. ഇനി രാത്രി കിടക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും നന്നായിട്ട് വർക്കൗട്ട് ആണെങ്കിൽ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് എൻ്റെ പുതിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും ഒരു പുസ്തകത്തിൽ കുറിച്ച് വയ്ക്കാം. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ പോലെ തന്നെ മൈക്രോ പ്ലാനിങ്സും മൈക്രോ ഹാബിറ്റ്സും നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മളെ സക്സസ്ഫുൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾക്ക് ഹേർട്ട് ചെയ്യണ ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബൗണ്ടറി ഒക്കെ ഇട്ട് കീപ്പ് ചെയ്യണത് നല്ലതാട്ടോ. ചിലവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എവിടെയാണ് ഏത് റിലേഷൻ എങ്ങനെ കീപ്പ് ചെയ്യണമെന്നറിയാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പം ഈ ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിച്ചോളൂ കേട്ടോ. അത് നമ്മുടെ സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ് ചിലരുടെ വർത്തമാനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കണ ആ ഒരു ഹാബിറ്റ് നർച്ചർ ചെയ്ത് എടുക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ബ്ലെസ്ഡ് ഇയർ ഞാൻ ആശംസിക്കുകയാണ് ജിത്ത.